പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത്തപ്പഴം കൂടെ ഒരെണ്ണം അരിഞ്ഞിടാം. ഇത് തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ 4ആയിട്ട് മുറിക്കാം. അത് കഴിഞ്ഞ് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പൈനാപ്പിൾ അരിയുമ്പോഴും അതിൻ്റെ പുറത്തുള്ള മുള്ളു പോലുള്ള ഭാഗം, പിന്നെ അകത്ത് മിഡിൽ പോർഷൻ നല്ല കട്ടിയായിട്ടുള്ള പോർഷനും മാറ്റുക. മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ 10-20 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ പഴവും പൈനാപ്പിളും ഞാൻ കുക്കറിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച ശേഷം തീയിൽ വെക്കാം. ആവി വന്ന ശേഷം വിസിലിട്ട് കൊടുക്കാം. 2 വിസിലിൽ ഞാൻ വേവിച്ചെടുത്തു. ഇത് നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ടാണ് 2 വിസിലിൽ വേവിച്ചെടുത്തത്. നിങ്ങൾ അധികം പഴുത്തിട്ടില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 4 വിസിൽ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആവി വന്ന് അടങ്ങിയിട്ടുണ്ട്. ഞാൻ വിസിലിട്ടു. ഇനി 2 വിസിൽ കഴിഞ്ഞ് പ്രഷർ പോയിട്ട് തുറക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങയായിരിക്കണം. അതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് വയ്ക്കുക. ഞാനിവിടെ 2 വെച്ചിട്ടുണ്ട്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒന്ന് ഞാൻ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ഒരു പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചെറിയ ഒരു പുളിയുള്ള തൈരാണ്. അതും കൂടി എല്ലാം കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട്. തീരെ അങ്ങ് ഫൈനായിട്ട് അരയ്ക്കണ്ട. ഇനി പ്രഷർ പോയിട്ടുണ്ട്. പൈനാപ്പിളും പഴവും വേവിച്ചത് നോക്കാം. നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇപ്പോൾ മാറ്റി വയ്ക്കാം. 1 കപ്പിൽ കൂടുതൽ പൈനാപ്പിൾ എടുക്കുകയാണെങ്കിലും കുക്കറിൽ വേവിക്കാൻ 1 കപ്പ് വെള്ളം തന്നെ മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. മീഡിയം തീയിലിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതിലോട്ട് തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് തീരെ ഫൈനായിട്ട് അരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമുള്ള തൈര് ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 കറിവേപ്പില 2ആയിട്ട് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം നല്ലപോലെ മാറണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തീ ഒരു മീഡിയം തീയിൽ മതി. ഒരു തീ കൂട്ടി വെക്കേണ്ട. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പോ പുളിയോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എരിവും പുളിയൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഒരു മത്ത് വെച്ച് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ കടഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് പിരിഞ്ഞ പോലെയായിപ്പോൾ. തൈര് ചേർത്ത ശേഷവും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാണ് പുളി കൂടാനായിട്ട് ചേർക്കേണ്ടത്. എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പച്ചമണം മാറുന്ന വരേക്കും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി എനിക്ക് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല. അവസാനമായിട്ട് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ സീഡ്ലെസ് മുന്തിരിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കുരുവോട് കൂടിയുള്ള മുന്തിരിയും ഇതിന് ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരി ചേർത്ത് 1 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അതിന് മുന്നേ ഒരു 1/4 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്തിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഏറ്റവും ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് കടുക് താളിച്ച് ഒഴിക്കലാണ് ചെയ്യേണ്ടത്. കടുക് താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക് നടുവേ കീറി ചേർത്ത് കൊടുക്കാം.
കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു കുക്കർ മതി നമുക്ക് കറി മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അമ്മ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിന്റെ ടിപ്സും ഇൻഗ്രീഡിയന്റിന്റെ ലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് എന്റെ 50ാമത്തെ റെസിപ്പി വീഡിയോ ആണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കടലപ്പരിപ്പ് പ്രഥമനും എലയുടെയും ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.